ഓ എത്തിയ ഭാഗ്യം. ഭാഗ്യം. ഞാൻ ഈ ഫോണിൽ കൂടെ ചൂടുവെള്ളം കോരി ഒഴിക്കും കടലോ. നീ ആരാ അവിടെ കിടന്നല്ല അറിയത്? നിന്നോട് ആരാ അവിടെ കിടന്ന് ഒച്ച വെച്ച് കൊളാക്കാൻ പറഞ്ഞേ? ഇല്ലടാ, പേടി വരുമ്പോ ഞാൻ പാട്ടും പാടി അവിടെ നിൽക്കാം. അത് വിട്. ഞാനേ വേറൊരു കാര്യം പറയാനാ വിളിച്ചേ. നമ്മളീ ഒളിച്ചുമ്പോ അത്തം തല്ലിയ അതെങ്ങനെ എന്റെ പ്രതികാരവും? അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു. പറ കേക്കട്ടെ. ഞാൻ അവനെ നേരിട്ട് ആക്രമിക്കാൻ പോവാ. എന്നിട്ട് എന്നെ കണ്ണട തിരിച്ചെടുക്കും. നീ നേരിട്ട് ആക്രമിക്കോ തപാൽ വഴി ആക്രമിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നെ കൊണ്ട് പിടിക്കണ്ട. ഞാനൊരു ജോലിയും കണ്ടുപിടിച്ച് അവളെയും കെട്ടി സമാധാനപരമായി എവിടെങ്കിലും പോയി ജീവിക്കട്ടെ. വെച്ചിട്ട് പോടാ. ഞാൻ മുഴുവൻ പറയട്ടെ, നീ ഒന്ന് കേക്ക്. പോടാ, വെച്ചിട്ട് പോടാ. പാട്ടി കാട്ടി ഇത്രയോട്ടൊന്ന് ഐഡിയ കിട്ടിയ. ഹലോ, ഐഡിയ പറ. അച്ഛാ, ഇതെവിടെയായിരുന്നു? ഇപ്പോഴാണോ സമയം കിട്ടിയത് വിളിക്കാൻ? അല്ലടാ, പെട്ടെന്ന് ഒരു ട്രെയിനിങ്ങിന് കയറേണ്ടി വന്നേ. നീ പറ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അത് വിടും. അച്ഛൻ എപ്പോഴും അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? കെട്ടിയെടുക്കുന്നു? ഇത് എവിടുത്തെ ഭാഷയാടാ? ഓ, എന്നാ ആഗമിക്കുന്നത്? ലീവ് അപ്രൂവ് ആവട്ടാ, കൊടുത്തിട്ടുണ്ട്. നീ ഏത് നേരം ഫോണിലിങ്ങനെ ഇരുന്നോ? ഒരൊറ്റ അഡ്മിഷൻ ഫോമെങ്കിലും ഫിൽ ചെയ്തിട്ടുണ്ടോ നോക്കി? ഹലോ ഹലോ, കൃത്യസമയത്ത് കെട്ടിയെടുത്തോളൂ. പിന്നെ എല്ലാത്തിന്റെയും ടൈം കഴിഞ്ഞാണല്ലോ നമ്മൾ പോകേണ്ടത്. ഞാൻ ഈ കണ്ട കോളേജിലൊക്കെ കയറി ഇറങ്ങിയത് പിന്നെ എന്തിനാ വെച്ചു? ഇനി ടി വി ആണ്. കഴിഞ്ഞെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വാ. അമേരിക്കയുടെ പോസ്റ്ററിംഗ് ആയിരുന്നു അവര് വിയറ്റ്നാമിനെ നിഷ്പ്രഭമാക്കുമെന്നുള്ളത്. ഇനി ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം, അമേരിക്കയുടെ ഈ പോസ്റ്ററിംഗ് അവഗണിച്ച് വിയറ്റ്നാം അമേരിക്കയെ അങ്ങോട്ട് ചെന്ന് അവരുടെ നാട്ടിൽ പോയി ആക്രമിച്ചിരുന്നുവെങ്കിൽ വിയറ്റ്നാമിന്റെ വിജയം ഇതിലും വലുതും എളുപ്പത്തിലുമായനെ. നിങ്ങൾ പറയുന്നത് വിയറ്റ്നാം അങ്ങോട്ട് ചെന്ന് അമേരിക്കയെ ആക്രമിക്കണമെന്നാണോ? പോകണമെന്നല്ല, പക്ഷേ പോയിരുന്നെങ്കിൽ അവരുടെ ഈ പോസ്റ്ററിംഗ് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള എന്റെ ആൾട്ടർനേറ്റ് തിയറി. പക്ഷെ ആരും അങ്ങനെ ചിന്തിക്കില്ല. എന്നാലും ഇതാരടാ? നീ ഒന്ന് പെട്ടെന്ന് റെഡിയായി. നിന്റെ അപ്പനൊന്ന് ഇറക്കണം. മരത്തിൽ കയറിയ? എടാ, മരത്തിന്നല്ല, സ്റ്റേഷനിന്ന്. അത്ര ഉള്ളോ? ഒന്ന് പെട്ടെന്ന്. എടാ, ഈ പരിപാടി ആരായിരിക്കും? നീ അത് വിട്ടില്ല ഇതുവരെ? എനിക്ക് ആ സതീശന് നല്ല ഡൗട്ടുണ്ട്. അങ്ങനെ പറയണം കാണും. അതെ, ഒന്ന് പെട്ടെന്ന്, എന്നിട്ട് കോളേജിൽ പോകാനുള്ളതാ. പോയിട്ട് ഇപ്പൊ എന്തോന്ന് കാണിക്കാൻ? എടാ, പുതിയ പിള്ളേരുടെ അഡ്മിഷൻ മറന്നാ? നിക്കടാ പിടക്കാതെ. അമ്മ, ആൽത്തറ ഭാഗത്തേക്ക് നീ എന്തിനാ കഴിഞ്ഞാഴ്ച പോയത്? അമ്മ പ്ലഗ് ആദ്യം തിരിച്ചു. ഞാൻ ചോദിച്ചതിന് ആദ്യ ഉത്തരം പറ. നീ എന്നോട് പറയാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആൽത്തറ ഭാഗത്തേക്ക് പോയിരുന്നോന്ന്? എനിക്കെന്താ അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്? സത്യം പറ. നീ പിന്നെ ആ ചെക്കനുമായി വല്ല അടിയുണ്ടാക്കിയോ? എടാ, നിന്നോടാ. ചൂടാവണ്ട, ഞാനല്ല, അയാളാ തുടങ്ങിയത്. ആ ജംഗ്ഷന്റെ അവിടെ വെച്ച് എന്റെ സൈക്കിൾ അയാളുടെ ബൈക്കും പറഞ്ഞു എന്ന് പറഞ്ഞു. വേണ്ടാത്ത പറഞ്ഞ് എന്നെ സൈക്കിളിൽ നിന്ന് പിടിച്ച് തള്ളി താഴിട്ടു. അമ്മ ഇങ്ങനെ എല്ലാത്തിനും എന്റെ പുറകെ നടക്കണ്ട. എനിക്കറിയാം എന്താ വേണ്ടത്. ആരങ്ങോട്ട്. ഇന്ന് നിന്റെ അഡ്മിഷൻ അല്ലേ? നീ മര്യാദയ്ക്ക് ഫയൽസും സർട്ടിഫിക്കറ്റും ആയിട്ട് ഇറങ്ങ്. ബാക്കി നമുക്ക് വൈകിട്ട് സംസാരിക്കാം. നിന്നോടാ വിച്ചു. ബഹളം വെക്കണ്ട, ഇറങ്ങാണ് പോരെ. ഇനി മേലാല ചെക്കന്റെ വീടിന്റെ പരിസരത്തേക്ക് പോയേക്കരുത്, കേട്ടല്ലോ? കേട്ടോന്ന്? കേട്ടു. അഡ്മിഷന്റെ ഡി എടുത്തോ? പോകുന്ന വഴിക്ക് എടുത്തോളാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നീയാണല്ലോ സീറ്റ് കുത്തിക്കരയോ? കണ്ണടിതാടാ, ഒരു മിനിറ്റ്. എന്റെ ബൈക്ക് എന്റെ കണ്ണാടിതാടാ. ഇല്ലെങ്കിൽ കണ്ണാടി എടുക്കണം. ചേട്ടാ, ചേട്ടാ മനോരമല്ലേ? ഞാൻ മണ്ട വായം തുറന്നുകൊണ്ട്
എന്റെ പിള്ളേരെ നീ തൊടൂടാ. അമ്മ ഓടി. ചേട്ടാ ഈ കണ്ണൊന്ന് പൊത്തുവോ പ്ലീസ്. ചേട്ടാ കണ്ണൊന്ന് പൊത്തു വേഗം. എന്റെ കണ്ണല്ലടാ ഈ മണ്ണ് മണിക്കാരെ കൊണ്ട്. ധൈര്യം ഉണ്ട് എന്റെ വീട്ടിൽ വന്ന് പിടിക്കാൻ നോക്കടാ. നിന്നെ എടുത്തോളാം. എന്റെ അച്ഛൻ നിന്നെ എടുത്തോളാം. വണ്ടി ഇറങ്ങണം. അങ്ങനെ കോളേജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കോളേജിൽ പോയിട്ട് മാന്യമായി തല്ലാന്ന്. ഇറങ്ങി. എങ്ങോട്ടാ? എന്താ കോളേജൊക്കെ ചെറുത്, അതിലും വലിയ പടം വീടിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ടാവും. പിന്നെ നിന്റെ വീട്ടിലെ പോലെ ഒന്നും അല്ല, ഇവിടെ ഇല്ലാത്ത മുറി വരെ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞോ? പിന്നെ വരാതെ നമുക്ക് പുറകെ പോവാം. വാ. ഇങ്ങനാണോ സിഗ്നലെഴുതുന്നത്? ചായയും ഇനി എന്റെ ഏത്തക്കാപ്പത്തെ കുറ്റം പറ. ഇത്രയും നല്ലൊരു സിഗ്നൽ എന്റെ അമ്മയെ നിന്റെ അമ്മ. ആന്റി ആന്റി എന്താ ഇവിടെ? ആന്റി നീ എന്റെ ചെക്കന്റെ ദേഹത്ത് കൈവെക്കുമല്ലേ? ഏത് കേക്കണ്ട? ആരാടാ ഇവര്? എടാ വിശാഖ് എല്ലാം പറഞ്ഞ പറയട്ടെ. നിനക്ക് പറയാനുള്ളത് അവനോട് പറ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്റെ ചെക്കനെ തല്ലുന്ന ഈ വിവരമില്ലാത്ത ആന്റി പ്ലീസ് മിണ്ടരുത്. നിന്നെക്കാളും 3-4 വയസ്സ് ഇളയതല്ലടാ അവൻ. പോട്ടെ, നീ ഒരു ക്രിമിനൽ ആണെന്നെങ്കിലും നിനക്ക് ഓർമ്മ വേണ്ടേ? നിന്നെ തവണ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. നോക്കിക്കോ. എന്റെ സ്വഭാവം അറിയില്ല.